ഹൈലി ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിപ്പം ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരു അപകടം വന്നാൽ മാത്രം എത്തി നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കടലിൻ്റെ കാര്യങ്ങൾ ഇവർ പറഞ്ഞല്ലോ, 12 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിനുശേഷം വരെ ഇവർ മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയവർ 18 മുതൽ 20 വരെ നോട്ടിക്കൽ മൈൽ അകലെയാണ് അവർ പോയത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പരിധിയിൽ വരുന്നതാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLA യോ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഒരു ജീവന് വിലയില്ലേ? 5 or 6 പേരുണ്ടെങ്കിൽ മാത്രം തന്നെ എങ്ങനെ നമുക്കത് എങ്ങനെ നിങ്ങൾക്കത് പറയാൻ തോന്നുന്നു? മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അറിയായിരിക്കും ഒരു ജീവന്റെ വില എന്താണെന്ന്. പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സിസ്റ്റം. ഓരോ സിസ്റ്റവും എടുക്കേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞ ആ പേര് തന്നെ ഇവർ മാറ്റിമറിക്കുകയാണ്. സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ കൊണ്ടിരുത്തിയിട്ട് അവരുടെ പിറകെ നിവേദനങ്ങളായിട്ട് പിറകെ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പം. അതിനി ഒരു ഇതും വരരുത്. ഇനി ഞങ്ങളായിരിക്കണം മേ ബി ദ ലാസ്റ്റ് വിക്ടിം. ഇനിയും ഈ മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ പ്രളയത്തിനും അതിനും ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. ഒരാളുടെ ന്യൂസിന് മാത്രം എന്താ ഇത്ര വിലയില്ലാത്തത്? ഓരോ ഇതിന് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളികൾ വേണം, ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികൾ വരണം. അവർ വന്നാലേ കാരണം അവർക്കേ അറിയാവൂ, കടലിന്റെ കാര്യങ്ങൾ കടലിലുള്ളവർക്കേ അറിയാവൂ. അല്ലാതെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഇൻഎഫിഷ്യൻസിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന FIR മാത്രം എഴുതാൻ വേണ്ടിയിട്ട് എന്തിനൊരു കോസ്റ്റ് ഗാർഡ്? FIR മാത്രം മത്സ്യഫെഡില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ OP എഴുതുന്ന ഒരാളെ കൊണ്ട് അവിടെ ഇരുത്തിയാൽ മതി. അവരിതിനേക്കാൾ നന്നായിട്ട് FIR എഴുതും. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പൈസയോ ഞങ്ങളുടെ ടാക്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടാക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സിറ്റിസന്റെയും വില ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഓരോരുത്തരുടെയും വില നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ 10 or 15 പേര് കൂടുമ്പോൾ നാച്ചുറൽ കലാമിറ്റി ആയിട്ട് എഴുതി തള്ളാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറേ കമന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? 1:30 കടലിലിറങ്ങിയവരാണ് ഇവർ. നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? ഇല്ല. ഇൻഎഫിഷ്യൻസിയുടെ ഫസ്റ്റ് തുടക്കം. അതിനുശേഷം അപകടം വന്നു, ഉടനെ നിങ്ങൾ തെരച്ചിലിന് ഇറങ്ങിയോ? നിങ്ങൾ പേടിച്ചകത്തിരുന്നു. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഹെൽപ്പിന് വരാൻ വേണ്ടിയിട്ട് വരും എന്ന് പറഞ്ഞ അവരെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചില്ല. എന്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചില്ല? നിങ്ങളെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് പറ്റുമ്പം നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല? കടലിൽ അവരവരുടെ സ്വന്തം റിസ്കിൽ, ഞങ്ങളുടെ അങ്കിൾമാര് സ്വന്തം റിസ്കിൽ, എൻ്റെ പപ്പയുടെ കൂടെ പണിക്ക് പോയവരാണ് ആ ബാക്കിൽ നിൽക്കുന്നത്. അവരവരുടെ സ്വന്തം റിസ്കിൽ ഇന്നലെ 10, 20, 22 നോട്ടിക്കൽ മൈൽ അകലെ അവർ പോയി സെർച്ച് ചെയ്തു. ഈ 22 മൈൽ ഇവർ സെർച്ച് ചെയ്യോ? ഈ 22 മൈൽ ദൂരം ഈ പറയുന്ന ഓഫീസേഴ്സ് സെർച്ച് ചെയ്യോ? 2 or 3 പേര് വെള്ളം ഇറക്കിയിട്ട് ഓഫീസേഴ്സിന്റെ വശത്ത് നിന്ന് 2 or 3 പേര് വെള്ളം ഇറക്കിയിട്ട് ഓഫീസേഴ്സ് ഛർദ്ദിച്ചതിന്റെ പേരിൽ രക്ഷാപ്രവർത്തനം നിർജീവമാക്കിയിട്ട് തിരിച്ചു വന്നവരാണ്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ഇത്രയും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നിങ്ങൾ കടലിന്റെ പണികൾ കടലിന്റെ മക്കളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്രയ്ക്കും നിങ്ങളെ കൊണ്ട് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിർത്തിപ്പോണം. നിങ്ങൾ റിസൈൻ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എടുക്കണം. ഇല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല, 5 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇനി ഒരു പ്രാവശ്യം ഒരു നാച്ചുറൽ കലാമിറ്റി വരെയാണെങ്കിൽ ഉടനെ അതിനുള്ള ആക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ CM-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PM-ന്റെയോ ബന്ധുക്കൾ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന മീഡിയ എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? അവർ കുനിയുന്നത്, അവർ ശ്വാസം വിടുന്നത് എന്തിനാ? അവർ തല ചൊറിയുന്നത് പോലും നിങ്ങളെടുത്ത് എയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിന് 5 ദിവസം വേണ്ടി വന്നു. നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല, ബട്ട് സ്റ്റിൽ ഇതാണ് റിയാലിറ്റി. അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് അവർക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്കത് അവരുടെ ലിമിറ്റേഷൻ ആണ്. അത് സത്യമാണ്, അത് റിയാലിറ്റിയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് ഏത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? പറയും. ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും? അൺലിമിറ്റഡ് ആയി നമ്മുടെ കയ്യിൽ നിന്ന് പോയത് കൊണ്ടാണ് അതിനെ കലാമിറ്റി എന്ന് പറയുന്നത്.